ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് റൂൾ ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ റൂൾ ഓഫ് അക്കൗണ്ടിങ് പഠിച്ചതാണ്, അതുപോലെ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്ങും പഠിച്ചതാണ്. 3 തരം അക്കൗണ്ട് ആണുള്ളത്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഓരോ അക്കൗണ്ടിന്റെ റൂള് പഠിച്ചതാണ്. പേഴ്സണൽ അക്കൗണ്ട് എന്ത് റൂള് വരും, അതുപോലെ നോമിനൽ അക്കൗണ്ട് എന്ത് റൂള് വരും, അതുപോലെ റിയൽ അക്കൗണ്ട് എന്ത് റൂള് വരും എന്നുള്ള കാര്യം പഠിച്ചതാണ്. അത് തിയറി ആയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാണ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, വാട്ട് ആർ ദ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത്. അപ്പൊ പേഴ്സണൽ അക്കൗണ്ടിന്റെയും റിയൽ അക്കൗണ്ടിന്റെയും അതുപോലെ നോമിനൽ അക്കൗണ്ട് റൂൾസ് ആണ് നിങ്ങൾ തിയറി ആയിട്ട് എഴുതേണ്ടത്. ഇന്ന് ക്ലാസ് എടുക്കുന്ന റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും തിയറി എക്സാമിന് എഴുതിയിട്ട് കാര്യമില്ല. ഇത് ടാലി പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ റൂള് പറയുന്നത്. ഓക്കെ, അപ്പൊ റൂൾ ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് റൂളില് നമ്മൾ ടാലിക്ക് ചെയ്യാന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂളാണ്. ഇവിടെ അസറ്റും എക്സ്പെൻസ് അതുപോലെ ലയബിലിറ്റി ഇൻകം, ഇങ്ങനെ 4 ഗ്രൂപ്പാണ് നമ്മൾ അക്കൗണ്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതില് അസറ്റിനും എക്സ്പെൻസിനും ഒരേ റൂളാണ് വരുന്നത്. നോക്കാം, അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുപോലെ അസറ്റും എക്സ്പെൻസും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ക്രെഡിറ്റും ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ഥാപനത്തില് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എല്ലാവരും ആ ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, ആ സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആണ്. അങ്ങനെ നിന്നുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാന്. അപ്പൊ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിൽ പുതുതായിട്ട് ഒരു അസറ്റ് വന്നു പറയുമ്പോൾ സ്ഥാപനത്തിലോട്ട് ഒരു അസറ്റ് വരിക എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിൽ അസറ്റ് കൂടി, അങ്ങനെ കൂടുതലാവുകയാണെന്ന് എന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അതുപോലെ അസറ്റ് ചിലപ്പോൾ ഉണ്ടാവും, കുറയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ക്രെഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പെൻസ് അങ്ങനെ തന്നെ, എന്തെങ്കിലും ചെലവ് സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിനെ ഡെബിറ്റ് ചെയ്യുക. മറ്റൊരു ചെലവ് എന്താണ്, നമുക്ക് കുറഞ്ഞിട്ടുണ്ടാവും, നമ്മള് ചെലവ് ഓൾറെഡി പെൻഡിങ് ഉണ്ടാവും, അതിങ്ങനെ കുറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യും, അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. അപ്പോ അസറ്റിനും എക്സ്പെൻസിനും ഒരേ റൂളാണ് ഉള്ളത്. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അസറ്റും എക്സ്പെൻസും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ അസറ്റുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോ ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഫർണിച്ചർ പുതുതായിട്ട് വാങ്ങിച്ചു, ക്യാഷിനാണ് വാങ്ങിച്ചത്. അങ്ങനെ പറയുമ്പോ അവിടെ എന്താണ്, ഫർണിച്ചർ എന്നുള്ള അസറ്റ് സ്ഥാപനത്തിലോട്ട് വരികയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അസറ്റ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഏത് അസറ്റ് ഇൻക്രീസ് ചെയ്തത്, ഫർണിച്ചർ ഇൻക്രീസ് ചെയ്തു. ഫോർ ക്യാഷ് ആണ്. ക്യാഷ് എന്താണ്, ക്യാഷ് സ്ഥാപനത്തിൽ പോയിട്ടാണ് നമ്മൾ ഫർണിച്ചർ എന്നുള്ള ഐറ്റം വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഫർണിച്ചർ ഇൻക്രീസ് ചെയ്തു, മറ്റൊരു അസറ്റ് എന്ത് ചെയ്തു, കുറഞ്ഞും ചെയ്തു. ഏത് അസറ്റാണ്, ക്യാഷ്. അപ്പൊ സ്ഥാപനത്തില് ഫർണിച്ചർ വാങ്ങിച്ചു, പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഫർണിച്ചർ വാങ്ങിച്ചു. ഫോർ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഫർണിച്ചർ എന്ത് ചെയ്യും, സ്ഥാപനത്തിൽ എന്ത് ചെയ്തു, കൂടി. അതേസമയം മറ്റൊരു അസറ്റായ ക്യാഷ് എന്ത് ചെയ്തു, അത് ഡിക്രീസും ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ഫർണിച്ചർ എന്താണ്, ഇൻക്രീസ് ആണ് അല്ലെ. സ്ഥാപനത്തെ ഫർണിച്ചർ വന്നു കഴിഞ്ഞാൽ എന്താണ്, അസറ്റ് ഇൻക്രീസ് ചെയ്തു, അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ, അത് ഡെബിറ്റ് ചെയ്തു. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ക്യാഷ്. അപ്പൊ ക്യാഷ് കുറഞ്ഞു, അത് അസറ്റ് ഡിക്രീസ് ചെയ്യാൻ, ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റ് ആണ്. അസറ്റ് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു, ക്യാഷ് സ്ഥാപനം കുറഞ്ഞു. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അതാണ് എൻട്രി വരിക. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. കമ്പ്യൂട്ടർ നമ്മുടെ സ്ഥാപനത്തിലോട്ട് വാങ്ങിച്ചു, പുതിയൊരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിലോട്ട് വാങ്ങിച്ചു. ഫോർ ക്യാഷിന് വാങ്ങിച്ചു. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു അസറ്റ് ആണ്. അസറ്റ് എന്ത് ചെയ്തു, കൂടി. അപ്പൊ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താണ്, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചുള്ളത്. അപ്പോ ക്യാഷ് എന്ത് ചെയ്തു, സ്ഥാപനത്തിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 1 ലക്ഷം ക്യാഷ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിന് 20,000 കൊടുത്തു. അപ്പോ എത്ര സ്ഥാപനത്തിൽ ക്യാഷ് ഉണ്ടാവുള്ളൂ, 80,000 ഉണ്ടാവുള്ളൂ. അപ്പൊ കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ വേണ്ടി ക്യാഷ് സ്ഥാപനത്തിന് എന്ത് ചെയ്തു, കൊടുത്തിട്ടുണ്ട്, സ്ഥാപനത്തിന് പോയിട്ടുണ്ട്. അപ്പൊ അസറ്റ് ഡിക്രീസ് ചെയ്തു, ക്യാഷ് ഡിക്രീസ് ചെയ്തു, അതിനെന്ത് ചെയ്യാ, ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ ടു ക്യാഷ്. അപ്പൊ എന്തുണ്ട് വരിക, കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇനി നമുക്ക് നോക്കാനുള്ള എക്സ്പെൻസ്.
അപ്പോ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്, പർച്ചേസ് സ്റ്റോക്ക് അല്ലെങ്കിൽ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്തു, വാങ്ങിച്ചു. അപ്പൊ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മള് അവിടെ എന്താ പറയണ്ടേ, പർച്ചേസ് എന്നാണ് എപ്പോഴും രേഖപ്പെടുത്തുന്നത്. വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഗുഡ്സ് സ്റ്റോക്കിനൊക്കെ എന്താ നമ്മൾ പറയാ, പർച്ചേസ് എന്നാണ് എൻട്രി തുടങ്ങേണ്ടത്. അപ്പൊ പർച്ചേസ് അല്ലെ, അപ്പൊ ഈ ഗുഡ്സ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ആണ്. പർച്ചേസ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് വരുമ്പോ എന്ത് ചെയ്തു, അത് സ്ഥാപനത്തിൽ കൂടുകയാണ്. ഓക്കെ, അപ്പൊ ഈ നമ്മള് സ്ഥാപനത്തിൽ എന്ത് ചെയ്തു, അത് കൂടുതലായിട്ട് വരികയാണ്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെന്താണ്, ക്യാഷ് ആണ് പോകുന്നത്. അപ്പൊ ക്യാഷ് പോവാന്ന് പറയുമ്പോ എന്താണ്, അത് അസറ്റിന്റെ എൻട്രി ആണ് വരിക. അസറ്റ് ക്യാഷ് ആണ്. അപ്പോ ക്യാഷ് എന്ത് ചെയ്തു, കുറഞ്ഞു വരുമ്പോ എന്ത് ചെയ്യണം, കുറയുന്ന അസറ്റ് ആണെങ്കിൽ ക്രെഡിറ്റും ചെയ്യണം. അപ്പൊ അവിടെ എന്താണ്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അങ്ങനെയാണ് എൻട്രി വരിക. ഇനി അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം, പർച്ചേസ് സ്റ്റേഷനറി ഐറ്റംസ്. അപ്പൊ സ്റ്റേഷനറി ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അതൊരൊറ്റ ഹെഡിങ്ങിന്റെ കീഴിൽ വരുന്നതാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. അപ്പോ ഈ സ്റ്റേഷനറി എന്ത് ചെയ്തു, നമ്മൾ ക്യാഷിന് വാങ്ങിച്ചു എന്നാണെങ്കിൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് വാങ്ങിക്കാൻ പറയുമ്പോൾ എന്താണ്, അത് ചെലവാണ്. അപ്പോ ചെലവ് കൂടുമ്പോ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. എന്താണ് നമ്മള് എന്ത് കൊടുത്തിട്ടാണ് വാങ്ങിക്കണത്, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കണത്. ക്യാഷ് അറിയുമ്പോൾ അസറ്റ് ആണ്, അസറ്റ് സ്ഥാപനത്തിൽ കുറഞ്ഞേക്കാണ്, ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാണ്, അതിനെ ക്രെഡിറ്റും ചെയ്യുക. അപ്പൊ എന്ത് എൻട്രി വരും, സ്റ്റേഷനറി പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി വരിക. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ് അതും എന്താണ്, എക്സ്പെൻസ് ആണ്. ലോഡിംഗ് ചാർജസ് അല്ലെങ്കിൽ അൺലോഡിംഗ് ചാർജസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസ് ഒരു എക്സ്പെൻസ് പുതുതായിട്ട് വന്നു, കൂടി, ആ എക്സ്പെൻസ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എന്താണ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ. അതുപോലെ നമ്മൾ ചാർജ് എന്തായിട്ട് കൊടുത്തിട്ടുണ്ടാവും, ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാകുക, ടു ക്യാഷ്. കാരണം ക്യാഷ് എന്താണ് കൊടുത്തപ്പോൾ സ്ഥാപനത്തിൽ അസറ്റ് കുറയാണ്, അതിന് ക്രെഡിറ്റും ചെയ്തു, ടു ക്യാഷ്. ഓക്കെ, ഇനി അടുത്തതാണ്, ഇനി ലയബിലിറ്റിക്കും അതുപോലെ ഇൻകത്തിനും ഒരേ റൂളാണ് വരിക. ലയബിലിറ്റിയും ഇൻകം ഒരേ റൂളാണ് വരിക. അപ്പൊ ലയബിലിറ്റിയും അതുപോലെ ഇൻകം എന്താണ്, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. ലയബിലിറ്റിയും ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റും ചെയ്യണം. ലയബിലിറ്റി ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റും ചെയ്യണം. ഓക്കെ, അപ്പോ അസറ്റിനും എക്സ്പെൻസിനും ഒരേ റൂളാണ്, ലയബിലിറ്റിക്കും ഇൻകത്തിനും ഒരൊറ്റ റൂളാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ലയബിലിറ്റി ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, ലയബിലിറ്റി അതുപോലെ ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ലയബിലിറ്റിന്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോ ഫസ്റ്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം ഓർമ്മ ക്യാപിറ്റൽ ആണ്. അപ്പൊ ഒരു അനിൽകുമാർ എന്നുള്ള ഒരു വ്യക്തി സ്ഥാപനത്തിൽ ക്യാപിറ്റൽ കൊണ്ടുവരികയാണ്. പുതുതായിട്ടൊരു സ്ഥാപനം തുടങ്ങുകയാണ് അനിൽകുമാർ. അപ്പൊ ബിസിനസ് സ്ഥാപനത്തിലോട്ട് അയാൾ ക്യാപിറ്റൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയാണ് അല്ലെ. അപ്പോ ബിസിനസ് സ്ഥാപനത്തിലോട്ട് അനിൽകുമാർ എന്നുള്ള വ്യക്തി ക്യാഷ് കൊണ്ടുവരുമ്പോ സ്ഥാപനത്തിൽ എന്താണ്, ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെന്താണ്, ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലയബിലിറ്റി ആണ് അല്ലെ. ലോങ് ടേം ആയിട്ടുള്ള ലയബിലിറ്റി ആണ് ക്യാപിറ്റൽ. അത് നമ്മൾ എഴുതുമ്പോ അനിൽകുമാർ ക്യാപിറ്റൽ. ഇപ്പൊ ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ എന്താണ്, ഷഫീഖ് ക്യാപിറ്റൽ എന്നാണ് എഴുതേണ്ടത്. അപ്പോ ക്യാപിറ്റൽ എന്താണ്, ലയബിലിറ്റി ആണ്. ബാധ്യത കൂടി കഴിഞ്ഞാല് എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. അപ്പൊ എന്ത് വരിക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അനിൽകുമാർ ക്യാപിറ്റൽ. കാരണം ഇവിടെ ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി എന്താണ്, സ്ഥാപനത്തിൽ കൂടുമ്പോ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓർത്ത് നോക്കുക. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അനിൽകുമാർ ക്യാപിറ്റൽ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ്, ലോൺ ഫ്രം ബാങ്ക്. നമ്മൾ അനിൽകുമാർ കൊടുക്കുന്ന ക്യാപിറ്റൽ മാത്രം പോരാ, നമുക്ക് കുറച്ചുകൂടി ഫണ്ട് വേണം. നമ്മൾ എന്ത് ചെയ്തു, ബിസിനസിന്റെ പേരിൽ ലോൺ എടുത്തു അല്ലെ. ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ എന്താണ്, ലോണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ലയബിലിറ്റി ആണ്. ലയബിലിറ്റി പുതുതായിട്ട് ലയബിലിറ്റി കൂടി, അങ്ങനെ കൂടുകയാണെങ്കിൽ ലയബിലിറ്റി ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ടു ലോൺ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ എന്താ ഡെബിറ്റ് ആയിട്ട് വരിക, ലോൺ എന്തായിട്ടാണ് വരിക, ക്യാഷ് ആയിട്ട് വരിക. ക്യാഷ് ആയിട്ടാണ് വരിക. ക്യാഷ് എന്ന് പറയുമ്പോൾ അസറ്റ് ആണ്, അസറ്റ് ഇൻക്രീസ് ചെയ്തു, അതെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലോൺ. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി അതുപോലെ അടുത്ത് നോക്കാം, ഇൻകം അല്ലെ. ഇൻകത്തിന് ഇൻകം എന്താണ്, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റും ചെയ്യാം. അപ്പോ സോൾഡ് ഗുഡ്സ്, നമ്മള് ഗുഡ്സ് വിറ്റു. നമ്മളെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഗുഡ്സ് എന്ത് ചെയ്തു, നമ്മൾ വിറ്റു. അത് നമ്മൾ വാങ്ങിച്ച സ്റ്റോക്ക്, ആ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു, കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് കൊടുത്തു. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോ ക്യാഷിന് നമ്മള് ഗുഡ്സ് വിറ്റു ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, നമ്മളെ സ്ഥാപനത്തിന് ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് ക്യാഷ് ആയിട്ടാണ് ഇങ്ങോട്ട് വരിക അല്ലെ. ക്യാഷ് എന്ന് പറയുമ്പോൾ അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി സെയിൽസ് എന്നുള്ള ഐറ്റം എന്താണ്, അത് ഒരു ഇൻകാണ്. സെയിൽസ് എന്ന് പറയുമ്പോൾ ഇൻകാണ്
അല്ലെ? സെയിൽസ് എന്ന് പറയുമ്പോൾ ഇൻകം പറഞ്ഞായിട്ടാണ്. നമ്മൾ ഇന്നലെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതാണ് സെയിൽസ് ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റും ചെയ്യണം. അപ്പൊ എന്താ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. കാരണം ഇൻകം ഇൻക്രീസ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്യണം ടു സെയിൽസ്. ഓക്കെ. ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ് ചെയ്തു. കമ്മീഷൻ റിസീവ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻകം ആണ്. കമ്മീഷൻ റിസീവ് ചെയ്തു, നമ്മുടെ സ്ഥാപനത്തിൽ കമ്മീഷൻ കിട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻകം ആണ്. അപ്പൊ ഇൻകം കമ്മീഷൻ റിസീവ് ചെയ്തു പറയുമ്പോൾ എന്താണ്? ഇൻകം ഇൻക്രീസ് ചെയ്തു. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്തായിട്ടാണ് കമ്മീഷൻ കിട്ടുന്നത്? ക്യാഷ് ആയിട്ടാണ് കമ്മീഷൻ കിട്ടുന്നത്. അപ്പൊ ക്യാഷ് എന്ത് ചെയ്യണം? ക്യാഷ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ പറഞ്ഞാൽ ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം ടു കമ്മീഷൻ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ എന്നാണ് എൻട്രി വരിക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? അക്കൗണ്ട് ഗ്രൂപ്പ് പഠിക്കുക, അതിൽ വരുന്ന സബ് ക്ലാസിഫിക്കേഷൻ സബ് ഗ്രൂപ്പ് പഠിക്കുക, അതിൽ വരുന്ന എക്സാമ്പിളൊക്കെ എന്ത് ചെയ്യുക? കുറച്ചൊക്കെ എന്ത് ചെയ്യുക? പഠിക്കുക. കുറെ എക്സാമ്പിൾ ഉണ്ടാവും. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ അതിൽ ക്ലാസിഫൈ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. എന്നാൽ മാത്രമാണ് അതിന്റെ ബേസിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അക്കൗണ്ടിങ് റൂൾ പഠിക്കുക. വളരെ സിമ്പിൾ ആണ്. അതായത് അസറ്റ് എക്സ്പെൻസ് ഒരു റൂളാണ്. അതുപോലെ ലയബിലിറ്റി ഇൻകം ഒരു റൂളും. അപ്പോ അസറ്റും അതുപോലെ എന്താണ്? എക്സ്പെൻസ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റും ചെയ്യണം. അതുപോലെ അസറ്റും എക്സ്പെൻസും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റും ചെയ്യണം. അതുപോലെ ലയബിലിറ്റിയും ഇൻകം എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റും ചെയ്യുക. ലയബിലിറ്റി ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റും ചെയ്യുക. ഇങ്ങനെയാണ്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടാലി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.